കുറച്ച് വെപ്രാളം പിടിച്ച് അടുക്കളയിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ ദേ ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ ഞാൻ വരുത്തി തീർക്കാറുണ്ട് കേട്ടോ. അപ്പൊ ദേ ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാണ് കേട്ടോ. ചോറിനുള്ള വെള്ളാണ് വെച്ചത്. പിന്നെ ദേ ഉപ്പേരിക്ക് ഉരുളക്കിഴങ്ങും സബോള ഉണ്ടാക്കാനായിട്ട് പ്ലാൻ. അപ്പൊ അതിനുള്ളതാണ് അരിയണത്. ഈ ഒരു സംഭവത്തിൽ ഇതേ സബോളൊക്കെ ഇതേ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്ത് ഇങ്ങനെ ആക്കിയാൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ. പിന്നെ ഇതേ ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുക കേട്ടോ. ഇതെല്ലാം സെറ്റാക്കി വെച്ചാൽ പിന്നെ വെപ്പ് എളുപ്പമായല്ലോ. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കിട്ടോ. പിന്നെ ചെറുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലും വാടിയതിനു ശേഷം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് ഇതൊന്നും ഇങ്ങനെ ഇളക്കി എടുക്കാട്ടെ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഇതേ നമ്മൾ നന്നാക്കി വെച്ച ഉരുളക്കിഴങ്ങ് നമ്മുടെ സബോള ഇട്ടിട്ട് ഇതേ നന്നായി ഇളക്കി വെള്ളം ഒഴിച്ചിട്ട് ഇതേ ആവിയിൽ വേവിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ മോര് കാച്ചെടുക്കാന്നാട്ടോ വിചാരിച്ചത്. അപ്പൊ അതേ ചട്ടി വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇതേ കുറച്ച് സബോളയും പച്ചമുളകും ഉണക്കമുളകും കറിവേപ്പിലും ഇട്ടിട്ട് ഇതേ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാട്ടോ. പിന്നെ നമ്മുടെ തൈര് ഇട്ടോ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓഫാക്കി ഒന്ന് ചൂട് വിട്ടതിന് ശേഷം കേട്ടോ തൈര് ഒഴിക്കണത്. പിന്നെ അത് സെറ്റായി അത് മൂടി വെച്ചു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ ഉപ്പേരിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വെള്ളം കൂടി തോന്നുന്നു. ഉപ്പേരി ഇങ്ങനെ കുഴുകൊഴുന്നനെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്കും തേജുനും ഭയങ്കര ഇഷ്ടാട്ടോ. എനിക്ക് ഇങ്ങനെ കുഴുകൊഴുന്നനായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഉരുളക്കിഴങ്ങും സബോളയും. കുറച്ച് നേരം വൈകിയോണ്ട് തന്നെ ചടുപിടുന്നതിനെ പാത്രങ്ങൾ കഴുകണേൻ്റെ ഇടയ്ക്കാട്ടോ ആ സംഭവം എന്നെ മണ്ടയ്ക്ക് വിടാൻ നോക്കിയത്. ഞാൻ അവിടെ തന്നെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം അതൊക്കെ കഴുകി വെച്ചുട്ടോ. പിന്നെ എനിക്ക് തോന്നി മോരുകറിയുള്ള നമ്മുടെ മോര് കാച്ചിയതുള്ളതുകൊണ്ട് തന്നെ മുളക് നമ്മുടെ തിങ്കളിൻ്റെ മുളകാട്ടോ കൊണ്ടാട്ട മുളകാണ്. അത് ഞാൻ വേഗം വറുത്തെടുത്തു കേട്ടോ. കരിയരുതല്ലോ, അതുകൊണ്ട് വേഗം ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് കളർ മാറിയതിന് ശേഷം അത് കോരി എടുത്തുട്ടാ. പിന്നെ ഇതെല്ലാ പണിയും കഴിഞ്ഞപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ഒതുക്കി വെച്ച് തുടച്ച് ക്ലീൻ ആക്കുകയാണ്. തേജപ്പന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഉച്ചത്തേക്കുള്ളതൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചായപ്പണി മാത്രമേ തീർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉച്ചയോട് കൂടിയിട്ട് തന്നെയായിട്ടാണ് ഞാൻ ഉച്ചത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഉണ്ടായിരുന്നത്. അങ്ങനെ അത് ഉച്ചയായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. എനിക്കും തേജുവിനുള്ള ചോറും കറിയും ഉപ്പേരിയും മുളക് വറുത്തതും എല്ലാതും സെറ്റാക്കിട്ടോ. പപ്പടം വേണോ ചോദിച്ചപ്പോൾ അവന് പപ്പടം വേണ്ടാന്ന് പറഞ്ഞു. അവന് ഈ ഉരുളക്കിഴങ്ങും സബോള ഉണ്ടെങ്കിൽ തേജുവിന് വേറെ ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു സംഭവം അവന് ഭയങ്കര ഇഷ്ടമാട്ടോ കഴിക്കാൻ. വെറുതെ ഉരുളക്കിഴങ്ങും കൂട്ടി ചോറുണ്ടോളി. അങ്ങനെ അവന് ചൂടൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ട് ഇളക്കി വെച്ചു കൊടുത്തോട്ടോ. വാരി കൊടുക്കാത്തതിന്റെ പരിഭവമാണ് കേട്ടോ ആ മുഖത്ത് കാണണത്. തന്നെ കഴിച്ച് പഠിപ്പിക്കുന്നതാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞതിന് ശേഷം തേജപ്പന്റെ വക ഒരു ചെറിയ കലാപരിപാടിയാണ് കേട്ടോ. കുറച്ചു നേരം ചെവിടിനൊരു തൊയിരം താഴാന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് മാറി നിന്ന് കൊട്ടുന്നുണ്ട് കേട്ടോ. വെറും കൊട്ടയിലാട്ടോ പാട്ടൊക്കെ പാടിയിട്ടാണ് കൊട്ടണത്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.